നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. എറണാകുളത്ത് നിന്നുമാണ് ന്യൂസ് ആൻഡ് വ്യൂസുമായി ഞാൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്നെയാണ് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ കർമ്മവുമായി ബന്ധപ്പെട്ട ക്ഷണം കോൺഗ്രസ് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന പ്രശ്നം നിൽക്കുന്നത്, അവിടേക്ക് പ്രതിനിധികളെ അയക്കുമോ എന്ന ചോദ്യം നിൽക്കുന്നത്. അതിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ അങ്ങേയറ്റം കുഴങ്ങി നിൽക്കുന്ന കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പേരിൽ ആ പാർട്ടി വിമർശിക്കപ്പെടുന്നുണ്ട്. മതേതരത്വവും മതനിരപേക്ഷതയും ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്കുള്ള നിലപാടുകളിലേക്ക് കോൺഗ്രസ് പോകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്ന സാഹചര്യമുണ്ട്. അതിനെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ BJP ശ്രമിക്കുമ്പോൾ BJPയുടെ കെണിയിൽ കോൺഗ്രസ് ചെന്ന് വീഴുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിൽ KPCC നിർവാഹക സമിതി യോഗം ചേർന്നത്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആ യോഗത്തിലേക്ക് VM സുധീരൻ കടന്നു ചെന്നു. ശക്തമായ വിമർശനം ഉന്നയിച്ചു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ടും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ സുധീരൻ്റെ അഭിപ്രായങ്ങൾക്ക് രണ്ട് ഭാഗമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തോട് KPCC പ്രസിഡന്റും കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും എടുത്ത നിലപാട് അങ്ങേയറ്റം നിർഭാഗ്യകരമാകുന്ന നിലയിലായിരുന്നു. അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനുള്ള സമീപനം എന്നതിന്ന് പരസ്യമായ രഹസ്യമാണ്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ ഭിന്നത എന്നതൊരു പരസ്യപ്പോരിലേക്ക് നീങ്ങുന്നതാണ് കണ്ടത്. കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് തന്നെ VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനെതിരെ, മുൻ KPCC പ്രസിഡന്റിനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നതും കാണാനിടയായി. 2024 മുൻനിർത്തി VM സുധീരൻ എന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് നേതൃത്വത്തോട് പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഏതൊക്കെ തരത്തിലുള്ള അപായ സൂചനകളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്? അതിനെ അദ്ദേഹത്തെ തേജോവധം ചെയ്തും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളെയും നിലപാടുകളെയും തിരസ്കരിച്ചും കോൺഗ്രസ്സിന് ആ അഭിപ്രായത്തെ, ആ മുന്നറിയിപ്പുകളെ അവഗണിക്കാനാകുമോ? ഇങ്ങനെ നിരവധിയായ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. നമ്മുടെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് SK സജീഷ്, CPIM, SK സജീഷ്, ഡോക്ടർ പ്രേംകുമാർ, ഇടതു നിരീക്ഷകൻ, N ശ്രീകുമാർ, വീക്ഷണം മുൻ എഡിറ്റർ, കോൺഗ്രസ് സഹയാത്രികൻ. നമുക്ക് ഈ ചർച്ചയിലേക്ക് പോകാം. ഞാൻ ആദ്യം N ശ്രീകുമാറിലേക്കാണ്. ശ്രീകുമാർ, ഞാൻ ആമുഖമായി സൂചിപ്പിച്ച ഈ വിഷയത്തിൽ ഇന്ന് അഭിപ്രായം പറഞ്ഞയാൾ മുൻ KPCC പ്രസിഡന്റും ഇപ്പോൾ പ്രവർത്തക സമിതി അംഗവുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകങ്ങൾ ഇങ്ങനെയാണ്. അതായത് VM സുധീരൻ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു, KPCC പ്രസിഡന്റ് തന്നെ അതിനോട് വലിയ തോതിൽ വിയോജിപ്പ് പരസ്യമാക്കി. ഇതാണ് ഉണ്ടായ ഒരു സാഹചര്യം. അപ്പോൾ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പറയുന്ന കാര്യം, നേതൃത്വം സുധീരൻ ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്, സുധീരനുമായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ സുധീരൻ ഉന്നയിച്ച ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് അതിലൂടെ പൊതുസമൂഹത്തിന് മുമ്പാകെ കുറെ കൂടി ശക്തമായി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം, നേതൃത്വം അതിന് മുൻകൈ എടുക്കും എന്നാണ് കരുതുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയണം. അത് KPCC പ്രസിഡൻ്റായിട്ടുള്ള K സുധാകരനും ബാധകമായ കാര്യമാണ് എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ വിഷയത്തിൽ VM സുധീരൻ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തോട് ചില കാര്യങ്ങൾ പറയുന്നതിനെ ഏത് നിലയിലാണ് ആ യോഗം അല്ലെങ്കിൽ ആ യോഗവുമായി ബന്ധപ്പെട്ട് മറ്റു നേതാക്കൾ പലരും സമീപിച്ചത്? ഇന്നിപ്പോൾ ചെന്നിത്തല ആ വിഷയത്തിൽ എടുത്തൊരു നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമുള്ളതല്ലേ? സുധീരൻ ഉന്നയിച്ച കാര്യങ്ങളെ അങ്ങനെ അവഗണിക്കേണ്ടതല്ല, അത് ഗൗരവമായി പരിശോധിച്ച് തന്നെ പോകണം, പരിഹരിച്ചു പോകണം എന്ന നിലയിൽ രമേശ് ചെന്നിത്തല കൂടി പറയുന്നതോടെ സുധീരൻ പറഞ്ഞ കാര്യങ്ങളുടെ മാനം ഏറുകയല്ലേ? ശരത്തെ, ശ്രീ VM സുധീരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടിവെച്ചുകൊണ്ട് ഇതൊരു വലിയ ബോംബിലേക്ക്, ഒരു ബോംബ് പൊട്ടുന്ന സ്ഫോടനാത്മകമായ അന്തരീക്ഷമല്ലേ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് മറ്റൊരു KPCC മുൻ പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ട് മാത്രം എടുത്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് സുധീരൻ്റെ വിഷയം ഗൗരവമുള്ളതാണ്, അത് ചർച്ച ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. പക്ഷേ സുധീരൻ ഉന്നയിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ
അദ്ദേഹം മുതിർന്ന നേതാവാണ്, മുൻ മന്ത്രിയാണ്, മുൻ KPCC പ്രസിഡന്റാണ്. ഒരു കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു 8-10 നേതാക്കളിൽ 2-3 സ്ഥാനത്ത് നിന്നൊരാളാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവമുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസിൽ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പതിവ് പോലെ തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് KPCCയുടെ മുൻ പ്രസിഡന്റായ VM സുധീരൻ ഉന്നയിച്ചത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ വളരെ നിഷ്പക്ഷമതിയായും അതുപോലെ തന്നെ ഒരു പ്രത്യേക സംവിധാനത്തിലൂടെയും പ്രത്യേക വീക്ഷണകോണിലൂടെയും കാണുന്നൊരു നേതാവാണ് VM സുധീരൻ. അദ്ദേഹം പൊതുകാര്യങ്ങൾ ഇടപെടുന്നു, പൊതു ജനകീയ വിഷയങ്ങൾ ഇടപെടുന്നു. ചില ഘട്ടങ്ങളിൽ പാർട്ടിയുടെ താല്പര്യം ഹനിക്കാതെ തന്നെ, എന്നാൽ പാർട്ടി ഇടപെടാത്ത കാര്യങ്ങളും അദ്ദേഹം ഇടപെടുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ മിനിയാന്ന് KPCC യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതെങ്ങനെയൊക്കെയോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതിനുശേഷം ഇന്നലെ KPCC പ്രസിഡന്റ് പരസ്യമായ ശ്രീ സുധീരനെതിരെ ഒരു പ്രസ്താവന നടത്തിയതും അതിനുശേഷം വൈകുന്നേരം ശ്രീ സുധീരൻ അതിന് കൊടുത്ത മറുപടിയും, ഇത് രണ്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല. ഇത് രണ്ടും ആഗ്രഹിക്കുന്നില്ല. കാരണം ലോക്സഭ തിരഞ്ഞെടുപ്പ് വന്ന് നിൽക്കുന്നു എന്നത് മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ജനകീയ നവകേരള സദസ്സ് അത് ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒരുപാട് വിഷയങ്ങളിൽ ഒരു ജനകീയ പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമല്ല, ഘടകകക്ഷികൾക്ക് ഇഷ്ടമല്ല, കോൺഗ്രസിന്റെ അനുഭാവികൾക്ക് ഇഷ്ടമല്ല, വോട്ടർമാർക്കും ഇഷ്ടമല്ല. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിനെ എതിർത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്കും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ആ വിഷയം KPCC മുൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് സുധീരൻ ഉന്നയിച്ച വിഷയമായിട്ട് മാത്രം അല്ല കാണുന്നത്. കോൺഗ്രസിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയ സാഹചര്യത്തിൽ അത് കോൺഗ്രസ് ചർച്ച ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ അത് നാളെ ഒരു വിശദീകരണം ചോദിച്ച് ചർച്ചയാക്കുന്ന വിഷയമല്ല. എന്തുകൊണ്ടാണ് സുധീരൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്? അതാണ് ശരിക്കൊരു അദ്ദേഹം വൈകുന്നേരം പറഞ്ഞതൊരു പൊട്ടിത്തെറി തന്നെയാണ്, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. കാരണം നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ അദ്ദേഹം പറയാത്ത കാര്യമായിട്ട് ചിത്രീകരിച്ച് കോൺഗ്രസിനെ രക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പൊട്ടിത്തെറിയുടെ വിഷയം തന്നെയാണ്. പക്ഷെ അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം VM സുധീരനുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. സുധീരൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സുധീരൻ കോൺഗ്രസിനെ വെട്ടിലാക്കി വിമത വേഷമാക്കി എന്നൊന്നും ചിത്രീകരിച്ചു പോകേണ്ട കാര്യമില്ല. VM സുധീരൻ എന്നും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ വളർത്താൻ വേണ്ടി നിന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ എതിർപ്പിനെ അവഗണിച്ചു വളർന്നൊരു നേതാവാണ്. അപ്പൊ ശ്രീകുമാർ, ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ ആരും അതെ അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതിലൊരു പെശകുള്ളത്, ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിലൊരു കോൺഗ്രസിലെ വിമത നേതാവായി ഈ ചർച്ച അവതരിപ്പിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ട്, താങ്കൾ പറഞ്ഞതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാചകം വിട്ടുപോയതാണോ അതോ വിട്ടുകളഞ്ഞതാണോ എന്നെനിക്കറിയില്ല. അതിതാണ് താങ്കൾ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുതിർന്ന നേതാവാണ്. പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണിലൂടെ കാണുമ്പോൾ ജനങ്ങളിൽ സ്വാധീനമുള്ള നേതാവാണ് VM സുധീരൻ. തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേതാവ് മുന്നോട്ട് വെച്ച പ്രശ്നങ്ങൾ നേതൃത്വം ഇടപെട്ട് പരിശോധിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അത് പരിഹരിക്കേണ്ടത് ആരാണ്? KPCC പ്രസിഡന്റ് അടങ്ങുന്ന ആ സംവിധാനമാണ്. അദ്ദേഹം തന്നെയാണ് VM സുധീരൻ ഏറ്റവും അപകീർത്തികരമാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പരാമർശം വളരെ പരസ്യമാക്കിയത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പാർട്ടി വിട്ടുപോകാൻ നിൽക്കുന്നയാളാണ്, അല്ലെങ്കിൽ പാർട്ടി വിട്ടുപോയി VM സുധീരൻ എന്ന നിലയിൽ തന്നോട് തന്നെ പറഞ്ഞു എന്ന മട്ടിലേക്ക് സുധാകരൻ അതിനെ കാണുന്നു. അവിടെയാണ് VM സുധീരൻ പ്രകോപിച്ച് മറുപടി പറയേണ്ടതായി വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു നേതൃത്വം ഇതൊക്കെ പരിഹരിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസം പുതുമയുള്ള കാര്യമല്ലല്ലോ. പരസ്യമായി തന്നെ അഭിപ്രായ ഭിന്നത പ്രകടമാക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. ഞാൻ പറഞ്ഞൊരു കാര്യം ശരത്തെ പൂർണ്ണമായും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് സുധീരനെ വിമതനായി നിങ്ങൾ കാണുന്നു അല്ല പറഞ്ഞത്. അങ്ങനെ വിമതനായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഉണ്ടാകേണ്ടതില്ല. എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ രമേശ് ചെന്നിത്തല പറഞ്ഞതോടുകൂടി ഗൗരവം വന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ രീതിയിലേക്ക് അതിൽ വലിച്ചിഴക്കേണ്ട എന്നാ പറഞ്ഞത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞതല്ല. അത് ഒന്നിൽ ശരത്ത് കേട്ടതിന്റെ തെറ്റിദ്ധാരണ ആകാം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ബാധികത്തിൽ വന്ന പെശകായിരിക്കാം. എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പൊ അതുകൊണ്ട് അത് കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാ പരിഹരിക്കാന്ന് വെച്ചാൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലും അതുപോലെ എക്സിക്യൂട്ടീവിലൊക്കെ അംഗമായിരുന്ന VM സുധീരന്റെ അഭിപ്രായങ്ങളെ അവഗണിക്കാൻ പറ്റില്ലല്ലോ.
കോൺഗ്രസിലെ ഒരു മുൻ KPCC പ്രസിഡന്റ് പ്രശ്നം മാത്രമല്ല, ഒരു പ്രവർത്തകൻ എന്തെങ്കിലും ഉന്നയിച്ചാൽ പോലും അവഗണിക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല. കാരണം എല്ലാം കേൾക്കുന്നവരാണ്. പക്ഷെ ഭിന്നത വളരെ രൂക്ഷമായിട്ട് പുറത്തേക്ക് വരും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അത് മറ്റേ ഇന്നലെയും ശ്രീ സുധാകരനും ശ്രീ സുധീരനും അങ്ങനെ പരസ്യമായി പറഞ്ഞത് അത് പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയും ഒക്കെ ഒരു എന്താ പറയുക, കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസും UDF ഒക്കെ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൽ ഇങ്ങനെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, അതാണ് ഏറ്റവും മുതിർന്ന നേതാക്കൾക്കിടയിലെ ഭിന്നത പരസ്യമായി വരുന്നത് കോൺഗ്രസിന് നല്ലതല്ല. കോൺഗ്രസിന് നല്ലതല്ല എന്നുള്ളതല്ല എന്റെ കാര്യം, പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത്രയൊക്കെ ആയിട്ട് എന്താണ് ഈ നേതാക്കൾ ഇങ്ങനെ എന്തൊരു തോന്നലവരിൽ വരും. അപ്പൊ അതുകൊണ്ട് രണ്ടുപേരും വളരെ രൂക്ഷമായി പ്രതികരിക്കേണ്ട കാരണം അവരുടെ ആ ഒരു അറിയാമല്ലോ, നേതാക്കൾക്കിടയിലെ ഭിന്നത വളരാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ അത് ആ ഒരു ഭിന്നത നേതാക്കൾക്കിടയിൽ വന്നത് എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കാത്തതാണ്. അത് വന്നുപോയത് AICC ജനറൽ സെക്രട്ടറി സുധീരനെ തള്ളിപ്പറഞ്ഞൊന്നും അല്ല. AICC ജനറൽ സെക്രട്ടറി പറഞ്ഞ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം അവിടെ വിശദീകരിക്കുകയാണ് ചെയ്തത്. അത് എല്ലാവർക്കും ബാധകമാണ്. അത് KPCC പ്രസിഡന്റിനും മുൻ പ്രസിഡന്റുമാർക്കും ബാധകമാണ്. അതാണ് ശ്രീമതി ദീപാദാസ് മുൻഷി അവിടെ സൂചിപ്പിച്ചത്. അല്ലാണ്ട് ആരും സുധീരനെ തള്ളി പറഞ്ഞിട്ടില്ല. സുധീരനെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞ KPCC പ്രസിഡന്റാണ്. അത് കുറച്ച് കൂടിപ്പോയി എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അസ്വസ്ഥത അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ലാണ്ട് സുധാകരനെ തള്ളിപ്പറഞ്ഞു എന്നും അതിനർത്ഥമില്ല. ഇവിടെ ഞാൻ വരാം, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ SK സജീഷിലേക്ക് പോകുമ്പോൾ VM സുധീറിൻ്റെ വാക്കുകളിൽ AICC ചുമതലയുള്ള ദീപ്ദാസ് മുൻഷിയുടെ സമീപനത്തിലോടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പും ഉണ്ടായിരുന്നല്ലോ, വാർത്തകളിൽ നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം സംസാരിച്ച ശേഷം ഇറങ്ങിപ്പോയി എന്ന മട്ടിലേക്ക് ഒരു സമീപനം അല്ലെങ്കിൽ ഒരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അതിനോടും VM സുധീരൻ വിയോജിച്ചു. പോകേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ പോകുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം അവിടെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനെപ്പോലും വേറെ തരത്തിലേക്ക് ചിത്രീകരിക്കുന്നു. ഇവിടെ സജീഷ്, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനൊരു സ്ഫോടനാത്മകമായിട്ടൊന്നും കാണേണ്ടതില്ല, ആ നിലയിലേക്ക് ഇത് വളരില്ല, അതെന്തുമാവട്ടെ. പക്ഷേ സ്ഫോടനാത്മകമായ നിലയിൽ വളരെ ഗൗരവമായ വിഷയങ്ങൾ VM സുധീരൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. 2-2.5 വർഷക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഈ യോഗത്തിലേക്ക് എത്തി. AICC പ്രതിനിധി, സാധാരണ ഹൈക്കമാൻഡ് പ്രതിനിധിയൊക്കെ വന്നാൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അവരെ കൂടി വിമർശിക്കുന്ന നിലയിൽ നിലപാട് തിരുത്തണം എന്നൊക്കെ പറയുന്ന ഒരു ശൈലിയിലേക്കൊന്നും കോൺഗ്രസ്സുകാർ അങ്ങനെ പോകാറില്ല. പക്ഷേ VM സുധീരൻ വന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അപകടകരമായ നിലപാടുകളും നയങ്ങളും തിരുത്തണം എന്ന് അക്കമിട്ട് പറയുമ്പോൾ അത് സ്ഫോടനാത്മകമല്ലേ? അങ്ങനെ പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? അങ്ങനെ പറഞ്ഞതിൻ്റെ വലിയ അതൃപ്തിയോ ചൊരുക്കോ ആണോ സുധാകരൻ അദ്ദേഹത്തോട് കാട്ടിയത് പരസ്യമായി? തീർച്ചയായും അത്തരത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്, അത് കമ്മിറ്റിക്കകത്ത് പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അതിരൂക്ഷമായി അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ആളാണ്, അത് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ ഉൾപ്പെടെ ശ്രീ സുധാകരൻ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ട കാഴ്ച, അവർ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന് ശ്രീ VM സുധീരന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. മാത്രവുമല്ല, അഭിപ്രായം പറയുന്നവരെ പുറത്താക്കുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതുൾപ്പെടെ അദ്ദേഹത്തിന് പറയേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഗൗരവത്തോടെ നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാനും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങളും ഈ രാജ്യത്ത് BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങളെയും ഒന്നും ചർച്ച ചെയ്യാതെ തികഞ്ഞ വർഗീയ അജണ്ടയിലൂടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വത്തിന് പകരം മൃദു ഹിന്ദുത്വവും ചിലയിടങ്ങളിലെല്ലാം അത് തീവ്ര ഹിന്ദുത്വവുമായി മാറുന്ന രീതിയിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഒടുവിൽ ശ്രീ സുധീറിന് തന്നെ തുറന്ന് പറയേണ്ടി വരുന്നത്. ഇത്തരത്തിൽ അവിടെ ക്ഷേത്രത്തിൻ്റെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് BJPയുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് ക്ഷണമുണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ അതിനെ തള്ളിപ്പറയേണ്ടതായിരുന്നു, അതിന് സമയമെടുക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ മതനിരപേക്ഷമായി ചിന്തിക്കുന്ന ആളുകളെല്ലാം ആ തരത്തിൽ അഭിപ്രായമുള്ളവരാണ് എന്ന് ഇവിടുത്തെ ഈ കോൺഗ്രസിനെ നയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദേശീയ അടിസ്ഥാനത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ഇപ്പോൾ സ്വീകരിച്ചു പോകുന്ന നിലപാട് BJPക്ക് അനുകൂലമാണ്. അതങ്ങനെ ആകാതിരിക്കാൻ മറ്റ് നിർവാഹമില്ല എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് തോന്നിയാൽ
ഞാനങ്ങ് BJP-യിലേക്ക് പോകും, ഇവിടെ LDF-ഉം UDF-ഉം അല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറയാൻ സന്നദ്ധനായ ഒരാളാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. ഞങ്ങൾ ഇവിടെ BJP-യും RSS-ഉമായി ഒരു ചെറിയ ഒരു വാക്തർക്കം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ പറയുന്ന ഒരാൾ RSS ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് തുറന്ന് പറയാൻ തയ്യാറാകുന്ന തൻ്റെ നിലപാടിന് വേണ്ടി നെഹ്റുവിനെ പോലും ആ പാളയത്തിലേക്ക് കൊണ്ടുവന്ന് കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴും KPCC-യുടെ പ്രസിഡൻ്റായി തുടരാൻ വേണ്ടി കഴിയുന്നു എന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദയനീയാവസ്ഥയാണ്. ആ ദയനീയാവസ്ഥയിൽ മനംനൊന്തുകൊണ്ട് തന്നെയാണ് ഈ KPCC പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. സജേഷിനോട് തന്നെയാണ് ചോദ്യം. ശരി, സജേഷിനോട് തന്നെയാണ് എൻ്റെ ചോദ്യം. സജേഷിനോട് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു അഭിപ്രായങ്ങളുടെ ഒരു പൊതുവികാരം ശ്രീ N. ശ്രീകുമാറിൻ്റെ വാക്കുകളിൽ താങ്കൾ കണ്ടോ? അത് അദ്ദേഹം അവതരിപ്പിച്ചും വെച്ചു. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും ഈ നിലയിലല്ല ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്. എന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാരിനെതിരെ കോൺഗ്രസും UDF-ഉം ഒരു മികച്ച നിലയിലാണ്. അപ്പോൾ സർക്കാരിനെതിരായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ആകെ പുറകോട്ടടിപ്പിക്കുന്ന വിധത്തിലേക്ക് ദേശീയ തലത്തിലെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ല യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത് എന്ന ഒരു പൊതു മനോഭാവം അത് സതീശനായാലും സുധാകരനായാലും ഒക്കെ ഉണ്ടാകുന്നു. അതിന് ഭിന്നമായി VM സുധീരൻ പറയുന്നു. അതിൻ്റെ അതൃപ്തി അവർക്കുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ? അതുതന്നെയല്ലേ ശ്രീ N. ശ്രീകുമാർ പറഞ്ഞും വെച്ചത്? അല്ല, ഈ ചർച്ചയിൽ ഞാൻ ആദ്യമേ ആ വഴി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. അതായത് ശ്രീ N. ശ്രീകുമാർ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം കുറച്ചുകൂടി വഴക്കത്തോടു കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സാധാരണ കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഏത് തരത്തിലുള്ള ന്യായീകരണവും നടത്തിക്കളയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷകരമായി തോന്നിയ ഒരു കാര്യം, അദ്ദേഹം നവകേരള സദസ്സിനെ ജനകീയ നവകേരള സദസ്സ് എന്ന് വിശേഷിപ്പിച്ചു എന്ന് മാത്രമല്ല, ജനകീയ പിന്തുണ കിട്ടിയ സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറരുത് കോൺഗ്രസ് എന്നുകൂടി അദ്ദേഹം ഈ ചർച്ച കാണുന്ന ആളുകൾക്കറിയാം. അദ്ദേഹം വ്യക്തമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് വ്യക്തമായി കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സിനുണ്ടായ ഉജ്ജ്വലമായ വിജയത്തെക്കുറിച്ച് അവിടെ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇവിടെ ഇവർ നടത്തിയ, അതായത് ചിന്തിക്കുന്ന ആളുകളെല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ബഹിഷ്കരിക്കാൻ വേണ്ടി പറഞ്ഞു നവകേരള സദസ്സിനെ. ഈ സുധാകരനും അതുപോലെ തന്നെ സതീശനും ചേർന്നല്ലേ അത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞത്. ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ? ആരും കേട്ടിട്ടില്ലല്ലോ. മുൻ MLA ഗോപിനാഥും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നിരവധിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ KPCC സെക്രട്ടറിമാർ, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാടെത്തിയപ്പോൾ ഇവിടുത്തെ നെടുമങ്ങാട് കൗൺസിലർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, എണ്ണി പറഞ്ഞാൽ സമയം അധികമാവുന്നുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കേരളത്തിൽ സ്വീകരിക്കുന്ന BJPക്ക് അനുകൂലമായ നിലപാടിനെതിരായി കോൺഗ്രസിനകത്തു നിന്ന് വലിയ ശബ്ദമുയരുന്നുണ്ട്. കാരണം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന, കേരളത്തെ തകർത്ത് കളയുക എന്ന BJPയുടെ ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയ്ക്ക് KPCC പ്രസിഡന്റും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കൂട്ടുനിൽക്കുമ്പോൾ അതിന് എതിരായിട്ടുള്ളൊരു ശബ്ദം സ്വാഭാവികമായി വരുമല്ലോ. ആ ശബ്ദം കൂടിയാണ് സത്യത്തിൽ ശ്രീ VM സുധീരൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ശ്രീ VM സുധീരൻ ശക്തമായ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ്. പറയുന്ന സമയത്ത് നേരത്തെ നമുക്ക് ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ശ്രീ VM സുധീരൻ പറഞ്ഞു കടുംവെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അന്ന് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ തിരിച്ചുണ്ടായിട്ടില്ലല്ലോ. കാരണം അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം വ്യത്യസ്തമായ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, രാജ്യത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന അപകടകരമായ BJPക്ക് അനുകൂലമായ, BJPക്ക് അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഒരു രാഷ്ട്രീയം കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ അതിനെതിരായി ഒരു വികാരം രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. അത് ശബ്ദിക്കുന്നവരെയെല്ലാം പുറത്താക്കി കളയുമെന്നുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത്. ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയും ഇതാണെന്ന് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരി, ഞാൻ ശ്രീ N. ശ്രീകുമാറിലേക്കാണ്. ശ്രീകുമാർ, രാജ്യത്താകെ നമ്മളിപ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വലിയ ഒഴുക്ക് കണ്ടിട്ടുണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്ന്. പക്ഷേ അതിന് വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടിട്ടുള്ളത് കേരളത്തിലാണ്. വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമായിട്ടുള്ള ആളുകൾ CPIMലേക്കും ഇടതുപക്ഷത്തോടൊപ്പവും വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തെ പൊതു കാഴ്ചയ്ക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അത് ഈ നവകേരള യാത്രയിലും എങ്ങനെയൊക്കെ കണ്ടു എന്നാണ് നേരത്തെ സജീഷ് പറഞ്ഞു വെച്ചിട്ടുള്ളത്.
ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഞാൻ നേരത്തെ സജീഷോട് ചോദിച്ചതുപോലെ ഹൈക്കമാൻഡിൻ്റെ സമീപനത്തോട് കേരളത്തിലേക്ക് ഹൈക്കമാൻഡ് പ്രതിനിധി വരുമ്പോൾ അവരടക്കമുള്ള യോഗത്തിലേക്ക് ഞാൻ കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് അവർ വരുന്നു, അവരാദ്യമായി എത്തുന്നു, അല്ലെങ്കിൽ അവർ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുന്നു, അവരാമുഖമായി സംസാരിക്കുന്നു, അതിനുശേഷം അവർ മടങ്ങുന്നു. ഇത്രയേ കോൺഗ്രസ് നേതാക്കൾ KPCC ഭാരവാഹികളടക്കം കരുതിയിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കാര്യമായ ചർച്ചയില്ല, ഉച്ചയോടെ അവസാനിക്കും. എന്നോട് അതിന് മുമ്പ് സ്വാഭാവികം നമ്മളൊക്കെ അന്വേഷിക്കുമല്ലോ. എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ആ യോഗത്തിലേക്ക് അപ്രതീക്ഷിതമായി സുധീരൻ കടന്നു വരികയും ഹൈക്കമാൻഡിനെ തന്നെ വിമർശിക്കുകയും 1 അല്ല 2 അല്ല 3 എന്ന നിലയിൽ വളരെ ഗൗരവമായ നിലയിൽ ഇടപെട്ട് തിരുത്തേണ്ട പ്രശ്നങ്ങൾ BJPയുടെ രാഷ്ട്രീയ കെണിയിൽ വീഴരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അഥവാ പ്രതിനിധി അയച്ചാൽ അത് ആത്മഹത്യാപരമാണ് എന്ന് പറയുന്നത് KPCC യോഗത്തിൽ നിന്ന് കേരളത്തിൽ നിന്നൊരു ഭിന്നസ്വരം കേൾക്കുന്നതിലുള്ള ഈ നേതൃത്വത്തിൻ്റെ അസഹിഷ്ണുതയും താല്പര്യമില്ലായ്മയും അതല്ലേ യഥാർത്ഥത്തിൽ കെ സുധാകരനെ പോലൊരു KPCC പ്രസിഡന്റ് വളരെ പരസ്യമായി ആ യോഗത്തിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പരസ്യമായി VM സുധീരനെ ടാർഗറ്റ് ചെയ്ത് പരസ്യമായി പറഞ്ഞതിന് പിന്നിലെ ഒരു പ്രധാന കാരണം ഹൈക്കമാൻഡിനോടുള്ള വിയോജിപ്പ് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നു, അത് ദില്ലിയിലേക്ക് എത്തുന്നു എന്നുള്ളതിനോടുള്ള താല്പര്യമില്ലായ്മ, അതല്ലേ പ്രധാനം? ശ്രീ ശരത്തെ, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ശ്രീ സജീഷ് ഒന്നുമില്ല ഞാൻ പറഞ്ഞ പൂർണ്ണമായി കേട്ട് കാണില്ല. അതായത് ഞാൻ പറഞ്ഞ ജനകീയ സദസ്സ്, അതായത് നവകേരള സദസ്സ്, ആ സദസ്സ് അതിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന സമരങ്ങൾക്ക് ജനകീയ പിന്തുണ കിട്ടിയെന്നാ പറഞ്ഞത്. അല്ലാണ്ട് നവകേരള സദസ്സിന് പിന്തുണ ഞാനിപ്പോൾ തർക്കിക്കാനൊന്നുമില്ല. ഇനിയിപ്പോൾ താങ്കൾ തിരുത്തുകയായിരിക്കും. ഞാനത് ഈ ചർച്ചയിൽ ഉന്നയിക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷേ താങ്കളുടെ ഒരു സ്വഭാവവും രീതിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാനിവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചു. താങ്കൾ പറഞ്ഞപ്പോൾ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിരിക്കും. വേണമെങ്കിൽ ഈ ചർച്ച കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലായി. താങ്കൾ പറഞ്ഞ വാചകം വളരെ വ്യക്തമായിരുന്നു. ജനകീയ നവകേരള സദസ്സിന് ജനകീയ പിന്തുണ കിട്ടുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കുന്ന കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ താങ്കൾ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ത് ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കരുതെന്ന്. അപ്പോൾ താങ്കളുടെ ഉൾപ്പെടെ മനസ്സിൽ എന്തുണ്ട്, ഇത് വൻ വിജയമായിട്ടുണ്ട് എന്നുണ്ട്. അറിയാതെ പറഞ്ഞു പോയതാണ്. അത് കേട്ട ആളുകൾക്കോ ഇനി ശേഷം താങ്കളൊന്ന് നോക്കിയാലും അറിയാം. താങ്കൾക്ക് അങ്ങനെ അഭിപ്രായം ഉള്ളിലുണ്ടാകും. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഈ ചർച്ചയിലൊക്കെ. ഉള്ളിലുള്ള വികാരം യഥാർത്ഥത്തിൽ പ്രകടിപ്പിച്ചു പോകും അറിയാതെ. അത് നവകേരള സദസ്സിൻ്റെ വിജയം എന്ത് എന്ന് താങ്കളുടെ മനസ്സിൽ ഉൾപ്പെടെ പ്രതിഷ്ഠ നേടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ തർക്കിക്കാനൊന്നും ഞാനില്ല. അല്ല, എന്തായാലും ഞാനങ്ങനെ പറയില്ല എന്നുള്ളത് എന്നെ മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോ നമ്മൾ ഈ പറയുന്ന കൂട്ടത്തില് നമ്മൾ ചിലപ്പോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഇനി അങ്ങനെ മാറിയതായിരിക്കും. എന്തായാലും ജനകീയ സദസ്സ്, നവകേരള സദസ്സിന് എതിരായി പ്രതിപക്ഷം നടത്തിയ സമരത്തിന് കിട്ടിയ ജനകീയ പിന്തുണ എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ അങ്ങനെ തിരുത്തുക. ഇല്ലെങ്കിൽ സജീഷ് സന്തോഷിക്കുന്നതിൽ എനിക്ക് വിരോധവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ശരത്ത് ചോദിച്ച ചോദ്യം തരിക. ശരത്തെ, നമ്മുടെ നാട്ടില് ഈ സീനിയർ നേതാക്കള് അവർക്ക് വ്യക്തമായ ചില അഭിപ്രായങ്ങൾ ചില ഘട്ടത്തിൽ വരും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഏത് പാർട്ടിയിലാണെങ്കിലും ചില സീനിയർ നേതാക്കൾ ഒരു ഘട്ടം വരുമ്പോൾ അവരുടെ അഭിപ്രായം പരസ്യമായിട്ട് തുറന്നു പറയും. അപ്പം ഞാനത് 1-2 കാര്യം പറഞ്ഞ സ്ഥലത്ത് വേറൊരു രീതി ചിന്തിക്കരുത്. ഇപ്പം നമ്മുടെ CPM-ൽ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും അതുപോലെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ മന്ത്രിയുമൊക്കെ ആയ സുധാകരൻ, അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന അഭിപ്രായ പ്രകടനം നോക്കൂ. നമ്മളാരും ചർച്ചാ വിഷയമാക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടല്ലോ, അത് പാർട്ടി തിരുത്തണം എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അതുപോലെ CPI-യിലെ KE ഇസ്മയില് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇപ്പൊ BJP ആണെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ഘട്ടത്തില് PP മുകുന്ദന്റെ നിലപാടും അതിൽ പിന്നീട് P രാമൻപിള്ള എടുത്ത നിലപാടും വ്യത്യാസമില്ലേ? VM സുധീരൻ KPCC നിർവാഹക സമിതി യോഗത്തിലല്ലേ VM സുധീരൻ ഒരു നിമിഷം VM സുധീരൻ പറഞ്ഞത് KPCC നിർവാഹക സമിതി യോഗത്തിൽ പാർട്ടി ഫോറത്തിലല്ലേ? മറ്റത് മാധ്യമപ്രവർത്തകരോട് എന്തോ പറഞ്ഞു എന്ന നിലയിലാണ് താങ്കൾ അവതരിപ്പിച്ചത്. അതെന്തോ, പക്ഷേ ഞാൻ പറഞ്ഞ അതിലൊരു താരതമ്യം എങ്ങനെ സാധ്യമാവും? പാർട്ടി ഫോറത്തിൽ ഹൈക്കമാൻഡ് പ്രതിനിധി അടക്കം ഇരിക്കുന്ന യോഗത്തിൽ ഹൈക്കമാൻഡിനെ തിരുത്താൻ അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി VM സുധീരൻ അഭിപ്രായം പറയുന്നത് അങ്ങേയറ്റം ഗൗരവമുള്ളൊരു ദേശീയ മാനമുള്ള ഇടപെടലല്ലേ? അതിനെങ്ങനെയാണ് ഈ ഒരു താരതമ്യം സാധ്യമാവുക? ശരത്ത്, ഞാൻ പറഞ്ഞതല്ല, VM സുധീരൻ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അത് നിർവാഹക സമിതി യോഗത്തിൽ എന്താണ് പറഞ്ഞതെന്നുള്ള എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് വന്നാണ് ഞാൻ അറിയുള്ളൂ. സുധീരൻ പുറത്തു പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പത്രലേഖകരോട് ഇന്നലെ വൈകിട്ട് നടത്തിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ സുധാകരനെ ഞാൻ ഉദാഹരിച്ചത് വേറെ കൊണ്ടല്ല, അദ്ദേഹം ചില പൊതുയോഗത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ അടുത്ത കാലത്തൂടെ ഞാൻ പറഞ്ഞെന്താ പറയുക, ചില സീനിയർ നേതാക്കൾക്ക് അങ്ങനെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ഘട്ടം വരുമ്പോൾ കിട്ടും.
അതെല്ലാത്തിലും സംഭവിക്കും. അത് ഇസ്മയിലാണെങ്കിലും സുധീരനാണെങ്കിലും പിരിപ്പങ്കോട് മുരളിയാണെങ്കിലും CPM-ലെ പിരിപ്പങ്കോട് മുരളിയാണെങ്കിലും CPM-ലെ മുൻകാല നേതാവായ ഭരതനാണെങ്കിലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ MM ലോറൻസ് ചേട്ടനടക്കം. അതൊക്കെ ഞാനിതൊന്നും ഇതായിട്ട് പറയണതല്ല, പക്ഷേ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ കോൺഗ്രസിൽ ഇങ്ങനെ സുധാകരൻ അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. എൻ ശ്രീകുമാർ പറയുന്നത് പോലെ VM സുധീരന് ആ അവകാശം K സുധാകരൻ അനുവദിച്ചു കൊടുത്തില്ല. അവിടെയാണ് പ്രശ്നം. VM സുധീരന് ആ അവകാശം K സുധാകരൻ അനുവദിച്ചു കൊടുത്തില്ല. അദ്ദേഹം കോൺഗ്രസ് ഇന്ന് പോയ ആളാണെന്ന് എന്നോട് പറഞ്ഞു എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും അപകീർത്തികരമായി പരസ്യമായി പറഞ്ഞ ആളല്ലേ. K സുധാകരൻ ഏതെങ്കിലും ഒരു സ്പേസ് സുധാകരന് കൊടുത്തതായി ഇതിൽ പറയാനാവുമോ? ഇല്ല. അപ്പോഴാണ് VM സുധീരന് വീണ്ടും പറയേണ്ടി വന്നത് പരസ്യമായി. അതെ, ഞാൻ പറഞ്ഞതാണ് ശ്രീ ശരത്ത്, ഞാൻ പറഞ്ഞതാണ് K സുധാകരൻ പറഞ്ഞതിന്റെ മറുപടിയായിട്ട് VM സുധീരൻ ഒരു പ്രസ്താവന നടത്തിയ കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ കാരണം, ഇന്നിപ്പം നോക്കൂ, CPM-ന്റെ മുഖപത്രത്തിലെ 1-ാം പേജിലെ സുപ്രധാനമായ വാർത്ത, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത VM സുധീരൻ പറഞ്ഞതാണ്. പക്ഷേ അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPI. അവരുടെ മുഖപത്രത്തിലെ ആ വാർത്ത ഉൾപേജിൽ 4 കോളമേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ഒരു ചെറിയ വാർത്ത. എന്തുകൊണ്ടാണ് CPM-ഉം ഇങ്ങനെ 2 കാഴ്ചപ്പാടി കണ്ടതെന്ന് ചോദിച്ചാൽ, അത് നമ്മുടെ ഈ കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയെ സാധാരണഗതിയിൽ ഇതൊന്നും വലിയ ഞാൻ പറഞ്ഞു വരട്ടെ. ഈ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പ്രസ്താവന ആ പാർട്ടിക്കുള്ളിൽ നിരന്തരം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു സാധാരണ പോലെയുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളാണ്. അത് വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുമെന്ന രീതിയിൽ നമ്മൾ സ്വപ്നം കാണേണ്ട എന്ന ചിന്തയാണ് CPI-ക്കുള്ളത്. മറിച്ച് CPM അങ്ങനെയല്ല. അത് കാണിക്കാനാണ് ഞാൻ ഈ 2 പത്രങ്ങൾ ഉദാഹരിച്ചത്. അല്ലാതെ വേറെ ഒരു ദുഷ്ടലാക്കും എനിക്ക് ആ കാര്യത്തിലില്ല. പിന്നെ ശരത്ത് ചോദിച്ച ചോദ്യം, അതായത് VM സുധീരൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച SK സതീഷ് ആ കാര്യത്തിൽ ഉന്നയിക്കാമെങ്കിൽ പറഞ്ഞോളൂ. മനോരമയിൽ ശ്രീ VM സുധീരന്റെ പ്രസ്താവനയേ ഇല്ല. എന്താണ് സജീഷ്? മലയാള മനോരമയിൽ VM സുധീരന്റെ പ്രസ്താവനയേ ഇല്ല. അത് താങ്കൾ കണ്ടില്ല? അതുകൂടി ചേർത്ത് ഞാൻ പറഞ്ഞത് കൂടുതൽ ബലപ്പെട്ടു. അതുകൊണ്ടാണ് വീക്ഷണം പൂട്ടിപ്പോയത്. കോൺഗ്രസിന്റെ മുഖപത്രമാണല്ലോ ഇപ്പോൾ മലയാള മനോരമ. അതുകൊണ്ടാണ് വീക്ഷണം പൂട്ടിപ്പോയത്. താങ്കൾ വീക്ഷണത്തിന്റെ ആളാണല്ലോ. അപ്പോൾ നിങ്ങളെ പൂട്ടിച്ച അവരാണ്. ഇത്തരത്തിൽ കോൺഗ്രസിന് വേണ്ടി ചെയ്തുകൊണ്ട് പൂട്ടിച്ചത് അവരാണ് എന്നുള്ള ധാരണ കൂടി ഉണ്ടല്ലോ. അല്ല, SK സതീഷ് അപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രം വായിക്കാത്തൊരു CPM നേതാവാണ് എന്ന് സതീഷിന്റെ ഭാഗത്തു നിന്നും കൂടി ഒരു താരതമ്യം വന്നു. അത്രേ ഉള്ളൂ. അല്ലല്ല, ഭീഷണ പൂട്ടിയപ്പോയി സതീഷിനോട് എത്ര പ്രാവശ്യം പൂട്ടി പോയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അടുത്ത കാലത്തറ്റ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. മനോരമ വീക്ഷണത്തെ പൂട്ടിച്ചിട്ടുണ്ട്. താങ്കൾ സത്യസന്ധമായി പറയും. മാത്രമായിട്ടൊക്കെ ചർച്ച അല്ല, ഞാൻ പറയാം. അല്ല, ഭീഷണ പൂട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. അതേ ഞാനും പറഞ്ഞുള്ളൂ. ഇപ്പൊ പിന്നീട് പെട്ടെന്ന് ആ ധർമ്മം കൃത്യമായി മനോരമ നിർവഹിക്കുന്നുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വീക്ഷണം പൂട്ടിയതപ്പോ നമ്മുടെ ചർച്ചയുടെ വിഷയമല്ലല്ലോ. അല്ല, ഞാൻ രണ്ട് കാര്യം പറയാം. മലയാള മനോരമ വാർത്ത കൊടുക്കാതിരുന്നത് ഞാൻ പറഞ്ഞത് ശരിവെക്കുകയാണ്. മനോരമ വളരെ കൃത്യമായി ഒഴിവാക്കി സുധീരന്റെ പ്രസ്താവന എന്നുള്ളത്. അല്ല, ഞാൻ അതല്ല പറയാം. ഞാൻ പറയുന്നത് മലയാള മനോരമയിൽ ആ വാർത്ത വന്നില്ല. CPM-ന്റെ മുഖപത്രത്തിൽ ആ വാർത്ത 1-ാം പേജിൽ 8-9 കോളത്തിൽ പ്രധാന വാർത്തയാണ്. ജനയുഗം ആ വാർത്ത ഉൾപേജിൽ 4 കോളത്തിലേ കൊടുത്തുള്ളൂ. ഇത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പൊട്ടിത്തെറി ഇത് ഉണ്ടാവില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാം. കാരണം സജീഷ് പറഞ്ഞല്ലോ. അതെ, സജീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു പാർട്ടിയുടെ മുഖപത്രം ഇടയ്ക്ക് അടച്ചിടും. കാരണം എന്താ പറയുക, അടച്ചിടുന്ന ഘട്ടം വന്നാൽ അത് ആ പാർട്ടിയുടെ ഒരു എന്താ പറയുക ശക്തിയില്ലായ്മയോ പത്രം വായിക്കാത്തൊന്നുമല്ല. ചില ഘട്ടങ്ങളിൽ ചില സാമ്പത്തിക പ്രതിസന്ധി വരുന്ന ഘട്ടമാണ്. കോൺഗ്രസിന് കേരള ഭരണം ഉള്ളപ്പോഴാണ് വീക്ഷണം പൂട്ടിയത്. ജനയുഗം എത്ര കാലം പൂട്ടിക്കിടന്നു? CPI-യുടെ മുഖപത്രം എത്രയോ കാലം പൂട്ടിക്കിടന്നു. ജനയുഗം, ജന്മഭൂമി, BJP-യുടെ മുഖപത്രം എത്രയോ കാലം പൂട്ടിക്കിടന്നു. അതൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ദേശാഭിമാനി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരുപാട് വിഷയങ്ങൾ. സജീഷ് പറഞ്ഞത് ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. അതായത് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് വേറൊന്നാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു വലിയ പണി ഒരു മാധ്യമത്തിൽ നിന്ന് നന്നായി സുത്യർഹമായ സേവനം ലഭിക്കുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ഒരു പാർട്ടി പത്രത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത് വായിക്കാൻ ആളില്ല, അതിന് ആ നിലയിൽ പ്രചാരം കിട്ടുന്നില്ല. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൂട്ടിയിടേണ്ടിയും വരുന്നു. ഇത്രയേ ഉള്ളൂ. അതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട നിലയിൽ ഗൗരവമല്ല. പക്ഷേ സജീഷ് സൂചിപ്പിച്ചത് ആ നിലയിലാണ് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നാണ്, സംഭാവന ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അല്ലല്ല,
അതല്ലാതെ വീക്ഷണത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചല്ല നമ്മുടെ സംസാരം. അല്ലല്ല ഞാൻ അതല്ല പറഞ്ഞത്. നമ്മളൊരു ചർച്ചയിൽ വരുമ്പോഴേ നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ വീക്ഷണം പൂട്ടിപ്പോയത് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാരണം ഞാൻ വീക്ഷണത്തിന്റെ മുൻ റെസിഡന്റ് എഡിറ്റർ ആയിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആ പത്രത്തെക്കുറിച്ച് അറിയാം. ഞാൻ 10-15 വർഷം കുറച്ചു കാലം ആ പത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ആ പത്രവുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. സ്നേഹബന്ധങ്ങളുള്ള ഒരു പത്രമാണത്. അപ്പൊ സജീഷ് പറയുമ്പോൾ ആലോചിച്ച് പറയണം. ഭീഷണി പൂട്ടിപ്പോയത് മലയാള മനോരമ ഉണ്ടുകൊണ്ടല്ല, അതിന് വേറെ കാരണങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ ഞാൻ ജനയുഗവും ജന്മഭൂമി ഉദാഹരിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ CPM-ന് അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്രം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അവരുടെ ചാനലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രശംസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പാർട്ടിയുടെ മുഖപത്രത്തെ ഭംഗിയായി കൊണ്ടുനടക്കാൻ, അത് ഇടയ്ക്ക് ആരോപണങ്ങൾ കേട്ടാലും അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പണം മേടിച്ചെന്നൊക്കെ കേട്ടാൽ തന്നെയും അതൊന്നും വിഷയമല്ല. കാരണം പത്രം നടത്താൻ അതൊക്കെ വേണ്ടി വരും. ഞാനതിൽ EP ജയരാജനെ അനുകൂലിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊന്നൊരു വിഷയമുള്ള കാര്യമാണ്. പരിപോഷിക്കണം, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് സജീഷ് പറയുമ്പോൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയത്തിൽ മുഖപത്രങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് കാണിക്കാൻ മുൻ റെസിഡന്റ് എഡിറ്റർ ആയിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ആ പത്രത്തെക്കുറിച്ച് അറിയാം. ഞാൻ 10-15 വർഷം കുറച്ചു കാലം ആ പത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ആ പത്രവുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. സ്നേഹബന്ധങ്ങളുള്ള ഒരു പത്രമാണത്. അപ്പൊ സജീഷ് പറയുമ്പോൾ ആലോചിച്ച് പറയണം. ഭീഷണി പൂട്ടിപ്പോയത് മലയാള മനോരമ ഉണ്ടുകൊണ്ടല്ല, അതിന് വേറെ കാരണങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ ഞാൻ ജനയുഗവും ജന്മഭൂമി ഉദാഹരിച്ചത് അതുകൊണ്ടാണ്. പക്ഷെ CPM-ന് അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പത്രം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, അവരുടെ ചാനലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രശംസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പാർട്ടിയുടെ മുഖപത്രത്തെ ഭംഗിയായി കൊണ്ടുനടക്കാൻ, അത് ഇടയ്ക്ക് ആരോപണങ്ങൾ കേട്ടാലും അത് അവിടുന്ന് ഇവിടുന്നൊക്കെ പണം മേടിച്ചെന്നൊക്കെ കേട്ടാൽ തന്നെയും അതൊന്നും വിഷയമല്ല. കാരണം പത്രം നടത്താൻ അതൊക്കെ വേണ്ടി വരും. ഞാനതിൽ EP ജയരാജനെ അനുകൂലിക്കുന്ന ഒരാളാണ്. അപ്പൊ അതൊന്നൊരു വിഷയമുള്ള കാര്യമാണ്. പരിപോഷിക്കണം, സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അതെ. അപ്പൊ അതുകൊണ്ട് സജീഷ് പറയുമ്പോൾ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയത്തിൽ മുഖപത്രങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് കാണിക്കാനാണ് ഞാൻ ഇന്നത്തെ ദേശാഭിമാനിയും ജനയുഗത്തെയും താരതമ്യം ചെയ്തത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ല, കോൺഗ്രസിനല്ല ഏത് പാർട്ടിയുടെ സീനിയർ നേതാക്കളാണെങ്കിലും ശരി, ആ സീനിയർ നേതാക്കൾക്കിടയ്ക്ക് ഉണ്ടാകാവുന്ന ഒരു അഭിപ്രായ ഭിന്നത അവർ പരസ്യമാക്കും. അത് അത്രയേ VM സുധീരന്റെയും സുധാകരന്റെയും കാര്യത്തിൽ കാണേണ്ടതുള്ളൂ എന്ന് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ശരി. ഓക്കെ. ഞാൻ നമ്മുടെ ഈ ചർച്ചയിലേക്ക് ഡോക്ടർ പ്രേംകുമാറിനെ കൂടി കൊണ്ടുവരാം. അദ്ദേഹം ഇടയിൽ ചില കണക്ഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വൈകിയത്. ഡോക്ടർ പ്രേംകുമാർ, ഈ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലേക്ക് ഗ്രൂപ്പ് പോര് എന്ന് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നൊരു ടൈമുണ്ട്. ആ ഗ്രൂപ്പ് എല്ലാം ഇല്ലാതാക്കി ഒരു പുതിയ നേതൃത്വമായി വന്നതാണ്. VM സുധീരൻ പറയുന്ന പോലെ പുതിയ നേതൃത്വത്തിൻ്റെ കീഴിൽ ഗ്രൂപ്പും ഉപഗ്രൂപ്പും 5+ എന്ന നിലയിൽ നിൽക്കുന്നു. വലിയ പ്രതീക്ഷയോടെ പിന്തുണച്ചയാളാണ് താങ്കൾ. പക്ഷേ ആ ഒരു പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാത്ത നേതൃത്വമായി മാറി. KPCC പ്രസിഡന്റ് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത വിധം തിരുത്തേണ്ടി വരുന്നു. വ്യക്തിപരമായി VM സുധീരനെ കുറിച്ചൊരു പരാമർശം നടത്തിയപ്പോഴാണ് അങ്ങനെ പറയേണ്ടി വന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ തലത്തിലേതടക്കം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അയോധ്യ വിഷയത്തിലടക്കം ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കരുത് എന്നാണ് VM സുധീരൻ പറഞ്ഞത്. ഒപ്പം KPCC നേതൃത്വത്തിൻ്റെ സമീപനത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ പതിവായ പാർട്ടിയിൽ നടന്നു വരാറുള്ള അന്തഛിദ്രത്തിൻ്റെ അല്ലെങ്കിൽ ഭിന്നതയുടെ ഒരു തുടർച്ച എന്നതിനപ്പുറത്തേക്ക് ഗൗരവമായി കാണേണ്ടതില്ല എന്നാണ് ശ്രീ N. ശ്രീകുമാറിൻ്റെ ഒരു വാദം. അതായത് കോൺഗ്രസ് മെമ്പർ ആണെന്ന് ചർച്ചയിൽ പ്രഖ്യാപിക്കുകയും കൈരളിയിൽ വരുമ്പോൾ കോൺഗ്രസ് സഹയാത്രി എന്ന് എഴുതി വെക്കുകയും മറ്റ് ചാനലുകളിൽ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള വേഷത്തിലും, ചുരുങ്ങിയത് 3 വേഷത്തിൽ പല ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ശ്രീകുമാറിന് അങ്ങനെയേ ഈ കാര്യത്തെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ നിലപാട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ VM സുധീരൻ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് 2 പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മെനഞ്ഞാന്ന്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് തുടങ്ങി വെച്ച നവ ലിബറൽ ഉദാരവൽക്കരണ നയങ്ങളുടെ അടുത്ത പടിയായിട്ടാണ് RSSഉം സംഘപരിവാരവും NDAയും ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ ഇത്രയും മോശമാക്കിയത്. തുടങ്ങിയത് കോൺഗ്രസ് ആയിരുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കോൺഗ്രസ് എടുത്ത മൃദു ഹിന്ദുത്വ നിലപാടുകളുടെ പിൻപറ്റിയാണ്, അത് ഉപയോഗിച്ചുകൊണ്ടാണ് സംഘപരിവാരം തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്കും പള്ളി പൊടിക്കുന്നതും അമ്പലമുണ്ടാക്കുന്നതും എന്താ പറയാ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലാത്ത ആളുകളെ ദേശവിരുദ്ധരായി കാണുന്നതിലൊക്കെ ആ ലെയറിലേക്കൊക്കെ മാറിയിട്ടുള്ളത് എന്നും വിമർശനപരമായിട്ട് പറയുന്നു സുധീരൻ. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇത്രയും ഭീകരമായ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ കോൺഗ്രസിനോ ഒരാൾക്കുമോ മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പറ്റില്ല. ഇത് എല്ലാ കാലവും ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ വിശ്വാസികളും
ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കാണുന്ന കാര്യം, കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേകിച്ചും വളരെ കംഫർട്ടബിൾ ആണ് അവര് സംഘപരിവാരത്തിനോട് ചേർന്ന് നിൽക്കാൻ, സംഘപരിവാരത്തിനോട് ഒത്തു നിൽക്കാൻ. കോൺഗ്രസിന്റെ മെമ്പറോ സഹയാത്രികനോ അവസരം പോലെ മാറി ആവുന്ന ശ്രീകുമാർ ഇവിടെ പറയുന്നത് VM സുധീരന്റെ ഈ വർത്തമാനം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സങ്കടമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരാഴ്ച മുമ്പ് പാർലമെന്റിൽ നിന്ന് കണ്ണൂരിലെ ജനങ്ങൾ വോട്ട് നൽകി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലെത്തിയ കെ സുധാകരനെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ട്, അതായത് കുറെ MP-മാരെ സസ്പെൻഡ് ചെയ്തിട്ട് പുറത്തിറങ്ങിയ സമയത്ത് കേരളത്തിൽ KPCC പ്രസിഡന്റ് കൂടെയായ കെ സുധാകരനോട് ഗവർണറുടെ സർവകലാശാലയുടെ നോമിനേഷൻ വിഷയമായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ നല്ല RSSകാരെ എടുത്താൽ നോമിനേറ്റ് ചെയ്താൽ എന്താ എന്ന് RSSനെ എൻഡോസ് ചെയ്യുന്നത് പോലെ അദ്ദേഹം പറഞ്ഞപ്പോ, പല തവണ RSSനെ എൻഡോസ് ചെയ്യുന്നത് പോലെ കെ സുധാകരൻ പറഞ്ഞപ്പോ ശ്രീകുമാർ അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. KV തോമസ് എന്ന് പറയുന്ന ഇവരുടെ സീനിയർ നേതാവ് CPM-നോട് സഹകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ KV തോമസിന്റെ ശവമഞ്ചം എടുത്തു നടന്ന ആളുകളാണ് ശ്രീകുമാർ അടക്കമുള്ള കോൺഗ്രസുകാർ. പക്ഷെ നോക്കൂ നിങ്ങൾ, രഘുനാഥ് എന്ന് പറഞ്ഞ ആൾ ഒരൊറ്റ ദിവസം കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് 2 ആളുകളാണ്, ഒരാൾ BJPയുടെ ദേശീയ സമിതിയിലേക്കും ഒരാൾ സംസ്ഥാന ഉപാധ്യക്ഷനുമായത്. മേജർ രവി പോയത് കോൺഗ്രസിൽ നിന്നാണ്. രഘുനാഥ് പിണറായി വിജയനോട് ധർമ്മടത്ത് മത്സരിച്ച ആളാണ്. ഇവർ 2 പേര് RSSലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ രഘുനാഥ് RSSലേക്ക് പോകുമ്പം ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് നൊന്തതായിട്ട്, വിഷമമുണ്ടായതായിട്ട്, ധാർമ്മിക രോഷമുണ്ടായതായിട്ട് നിങ്ങൾക്കറിയോ? ഗോപിനാഥ് എന്ന് പറഞ്ഞ ആള് നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ രോഷത്തിന്റെ 10-1 ഉണ്ടായിട്ടുണ്ടോ? അതായത് കോൺഗ്രസിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന നെഹ്റുവും പട്ടേലും തമ്മിൽ വ്യത്യാസത്തിലുണ്ടായിരുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മൃദു ഹിന്ദുത്വ നിലപാടും സെക്യുലർ നിലപാടും അത് മാറി വന്നിട്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയമാകുമ്പോഴേക്കും ഒരു വിധപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇത്തരത്തിൽ RSSനോട്, സംഘപരിവാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് എത്തുകയാണ് ചെയ്യുന്നത്. ഇവർ പറയുന്നത് ഇതിനെപ്പറ്റി പരസ്യ പ്രസ്താവന നടത്തരുത് എന്നാണ്. ചർച്ച ചെയ്യാൻ പോലുമുള്ള ശേഷി ഇവർക്കില്ല. ഇവരുടെ AICC നിരീക്ഷകൻ, AICC എന്താ പറയാ, കേരളത്തിലെ ചാർജുള്ള ആൾ, ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നു, ഇവിടെ വന്ന് നടന്ന KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കരുത് എന്നാണ് പറയുന്നത്. വർത്തമാനകാല ഇന്ത്യയിൽ 2024 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആവാൻ പോകുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന വിഷയം ചർച്ച ചെയ്യാനുള്ള ശേഷിയില്ല കോൺഗ്രസിന്. ആ കാര്യം ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യമാണെന്നും മൃദു ഹിന്ദുത്വ നിലപാടുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തീവ്ര ഹിന്ദുത്വയെ എതിർക്കാൻ പറ്റില്ല എന്ന് VM സുധീരനെ പോലെയുള്ള ഒരാള് പറയുമ്പോൾ ശ്രീകുമാറിനെ പോലുള്ള പണ്ഡിതവര്യന്മാർ, സീനിയർ കോൺഗ്രസുകാർ പറയുന്നത് ജനയുഗത്തിന് 4-ാം പേജിലല്ലേ വന്നിട്ടുള്ളൂ, മനോരമയുടെ 1-ാം പേജിൽ വന്നിട്ടില്ല എന്നുള്ള പോലുള്ള വളരെ ലളിതമായ കാര്യങ്ങളിലാണ് ഇവർ ഉൾപ്പെടുന്നത്. സാധാരണ കോൺഗ്രസിൽ ഉണ്ടാവുന്നത് പോലെ എന്റെ മകന് സീറ്റ് കിട്ടിയില്ല, എന്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയില്ല, എന്റെ ഗ്രൂപ്പിലുള്ള ആളെ DCC പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ളത് പോലെയുള്ള തർക്കങ്ങളിൽ പെട്ട കാര്യമല്ല ഇത്. ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ, രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെ പൊളിറ്റിക്കലായിട്ട് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ പറ്റുന്നില്ലാത്തവരുടെ കൂട്ടത്തിൽ ശശി തരൂർ വരെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ചോദിക്കുന്നത്, ഏത് രാമക്ഷേത്രത്തിലും തൊഴാൻ പോകുന്നത് പോലെ ഞാനും പോവുമായിരിക്കും ഇലക്ഷൻ കഴിഞ്ഞാൽ. അങ്ങനെ അവരതിനെ കാണുന്നുള്ളൂ. മറിച്ച് വർഷങ്ങളായി, കാലാകാലമായി മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന ഒരു പള്ളി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത്, UP BJP ഭരിക്കുന്ന സമയത്ത് ഇടിച്ചു പൊളിച്ചിട്ട് അവിടെ സുപ്രീം കോടതി പോലും പറഞ്ഞു, അതായത് നടന്നത് വയലൻസ് ആണെന്ന് പറഞ്ഞിട്ട് കോടതിയെ പോലും മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഈ അമ്പലമെന്നും ആ അമ്പലത്തിന്റെ ഉദ്ഘാടനം എന്നുള്ളത് ഇന്ത്യയിലെ ഹൈന്ദവ വളരെ എന്താ പറയുക അക്രമ സ്വഭാവമുള്ള തീവ്ര ഹിന്ദുത്വയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ 2-മത്തെയോ 3-മത്തെയോ എപ്പിസോഡ്. 1-മത്തെ ഒരു പക്ഷേ ഗാന്ധിജിയെ വധിച്ചു എന്നുള്ളതാണ്, 2-മത്തെ ബാബറി പള്ളി പൊളിച്ചു എന്നുള്ളതാണ്, 3-മത്തെ സംഗതിയാണ് നടക്കുന്നത് എന്നുള്ളത് കോൺഗ്രസുകാർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ മനസ്സിലായാൽ അവർക്ക് സമ്മതിക്കാനും പറ്റില്ല. പക്ഷെ VM സുധീരനെ പോലെയുള്ള കോൺഗ്രസുകാരെ ഇത് മനസ്സിലാക്കുന്നുണ്ട്, താഴേക്കടയിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും എന്നുള്ളതിൽ ചെറിയൊരു പ്രതീക്ഷയാണ് നമുക്ക് കാണാനുള്ളത്.
ശരി ശരി. അതായത് സജീഷ്, ഇവിടെ ഇപ്പോൾ ശ്രീ പ്രേംകുമാറും പറഞ്ഞു വെച്ചത് VM സുധീരൻ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയത്. അത് മുതിർന്ന നേതാക്കൾക്കിടയിലെ ഏതെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയുടെ തരത്തിലേക്ക് അതിനെ ചുരുക്കി കാണേണ്ടതല്ല എന്നാണ് അദ്ദേഹവും പറഞ്ഞു വെച്ചത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് എന്താണ്? വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കാൻ പോകുന്ന സമീപനത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു. VM സുധീരൻ പറഞ്ഞ പോലെ ആ ക്ഷണം കിട്ടുമ്പോൾ തന്നെ നിലപാട് പറയേണ്ടതായിരുന്നു ആ പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി. പക്ഷേ അത് ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ അവർ കരുതുന്നത് ദേശീയ നേതൃത്വം ഉത്തരേന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനോട് വിധേയപ്പെട്ടൊരു തീരുമാനമെടുത്താലും കേരളത്തിൽ മുസ്ലിം ലീഗിനെ അനുനയിപ്പിച്ച് നിർത്താം, സമസ്തയെ നമുക്ക് പറഞ്ഞ് ഒതുക്കി നിർത്താം എന്ന നിലയിലേക്കൊരു ചിന്താഗതിയാണ്. അത്ര മാത്രമേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ ഈ വിഷയത്തെ കാണുന്നുള്ളൂ എന്നുള്ള നിലയിൽ ഈ വിഷയം മാറിയിട്ടില്ലേ? കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കേരളത്തിലും മാറ്റം സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്ന ആളുകൾക്കിടയിലും വന്നു ഭവിച്ച കുറേ മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ്. ആ മാറ്റത്തിൻ്റെ പ്രതീകമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. കാരണം സംഘപരിവാരം അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധികാരം നിലനിർത്താനോ അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാനോ കഴിയും എന്ന മൂഢവിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ കേരളത്തിലെയും നേതൃത്വം എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ക്ഷണിച്ചില്ലെങ്കിലും പോകുന്നതാണ്. ഇനി ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, ക്ഷണിച്ചില്ലെങ്കിലും പോകും എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹമാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ ഇങ്ങനെയൊരു സംശയത്തിൻ്റെ ഇട ഈ കാര്യത്തിൽ ഉണ്ടാകുമായിരുന്നോ? അത് അദ്ദേഹം ജീവിതകാലത്ത് തന്നെ തെളിയിച്ചു കൊടുത്തിട്ടില്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുതിയ കോൺഗ്രസ് നേതൃത്വം എപ്പോഴും ഞങ്ങളങ്ങ് BJPയിലേക്ക് പോകാൻ സന്നദ്ധരായി നിൽക്കുന്ന ആളുകളല്ലേ? ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്താ മറ്റുള്ള സ്ഥലത്തുള്ള അത്ര വേഗതയിൽ അങ്ങോട്ട് ചായാൻ വേണ്ടി കഴിയാത്തത്? ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ട് മത്സരിച്ച ശ്രീ രഘുനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ BJPയിലേക്ക് പോയി. നേരത്തെ ഇവിടെ പരാമർശിച്ചല്ലോ. അതുപോലെ നിരവധി ആളുകൾ പോയിട്ടുണ്ട്. നേരത്തെ കോൺഗ്രസിൻ്റെ പല ആളുകളും പോയിട്ടുണ്ട്. ആ പോയതിൻ്റെ ഭാഗമായി ചില അഡ്ജസ്റ്റ്മെൻറ്റും കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഇവർ വെച്ച അബ്ദുൽ സലാം അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന കോൺഗ്രസ് നേതാവിനെയാണ് ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ നോമിനേറ്റ് ചെയ്യാണ്. അത് നമ്മൾ കണ്ടൊരു കാഴ്ചയാണ്. അങ്ങനെയെല്ലാമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി ഈ കാര്യത്തിൽ നടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രതിഫലനമാണ് ഗവർണർ തികച്ചും തെറ്റായ രീതിയിൽ എല്ലാവരും എതിർക്കേണ്ട രീതിയിൽ കേരളത്തിലെ സർവകലാശാലകളെ കാവൽക്കരിക്കുന്നതിന് വേണ്ടി സെനറ്റുകളിലേക്ക് നോമിനേഷൻ BJP RSS അജണ്ടയിലുള്ള ആളുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുമ്പോൾ അവരിലും ഉണ്ടാകും ഇതിനൊക്കെ പറ്റിയ ആളുകൾ എന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റ് ഉണ്ടാകുന്നു എന്നതും ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അവസരം കിട്ടിയാൽ ആ അവസരം പ്രയോഗിക്കും RSSനും BJPക്കും അനുകൂലമായിട്ട്. കാരണം അതാണ് രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസ്സുകാർ മാറിയിരിക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ കാര്യത്തിൽ ശ്രീ VM സുധീരൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ നവ ഉദാരവൽക്കരണ നയങ്ങൾ കോൺഗ്രസിൽ നിന്ന് BJP ശക്തമായി നടപ്പിലാക്കുന്നു. എന്നാൽ അതേ BJPയുടെ ഹിന്ദുത്വം BJPയിൽ നിന്ന് സ്വീകരിച്ച് കോൺഗ്രസ് ശക്തമായി നടപ്പിലാക്കുന്നു. രണ്ടു കൂട്ടരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും ഒരു പ്രയാസവുമില്ലാത്തത്. ജനങ്ങൾ വളരെ കഷ്ടപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിലെല്ലാം വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത ആളുകളെ പിന്നെ റിസോർട്ടിലേക്ക് മാറ്റും. റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവർ BJPയിലേക്ക് പോകും. ഗവൺമെൻറ് അട്ടിമറിക്കപ്പെടും. ഇതെല്ലാം നമ്മൾ കർണാടകത്തിലും മധ്യപ്രദേശിലും ഗോവയിലും നമ്മുടെ ഈ കേരളത്തോട് അടുത്ത് നിൽക്കുന്ന പോണ്ടിച്ചേരിയിലും അങ്ങനെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ കോൺഗ്രസ് ദേശീയാടിസ്ഥാനത്തിലും മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമുള്ള നേതാക്കന്മാരാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സഹികെട്ട് ചില ആളുകൾ വ്യക്തമായി ആദ്യം കമ്മിറ്റിയിലാണല്ലോ പറയുന്നത്. കമ്മിറ്റിയിൽ പറയുന്ന ആളെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിനോടാണല്ലോ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. അപ്പോൾ സഹികെട്ട് നിൽക്കുന്ന സുധാകരൻ്റെയും അതുപോലെ തന്നെ സതീശൻ്റെയും കീഴിൽ സഹികെട്ട് നിൽക്കുന്നവരായി ഈ കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി പുറത്തേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ നേരത്തെ ഇവിടെ ശ്രീ പ്രേംകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ
കോൺഗ്രസിൽ സാധാരണ അധികാര വടംവലിയുടെ ഭാഗമായി കാണുന്ന ഒരു കാര്യങ്ങളുമല്ല, അത്തരം പ്രസ്താവനകളുമല്ല, പൊളിറ്റിക്കൽ കണ്ടൻ്റുള്ള പ്രസ്താവന തന്നെയാണ് ഈ വിഷയത്തിൽ VM സുധീരൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. ശരി, റൈറ്റ്. അതായത് ശ്രീകുമാർ, ഈ ചർച്ചയുടെ ഈ ഒരു ഘട്ടം വരുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമായി പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിൽ താങ്കൾ പറഞ്ഞതുപോലെ മുൻപും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറിയ കൂറും മുമ്പ് താങ്കളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ചർച്ചയിൽ വന്നതുപോലെ തന്നെ പുനഃസംഘടന, ഗ്രൂപ്പ് വീതം വെപ്പ്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെ ചൊല്ലി ഇതെല്ലാം സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ മുൻനിർത്തിയുള്ള നിലപാടാണ് VM സുധീരൻ അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. താങ്കളും അതിനോട് വിയോജിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ VM സുധീരൻ ആ അവതരിപ്പിച്ച കാര്യങ്ങൾ, ഇപ്പോൾ അയോധ്യയുടെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഇപ്പോൾ സാമ്പത്തിക നയങ്ങൾ കോൺഗ്രസ് തിരുത്തണം, BJPയുടേതിന് സമാനമായ സാമ്പത്തിക നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും കോൺഗ്രസ് പിൻവലിക്കണം, അതിൽ നിന്ന് മാറണം എന്നതടക്കം പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ CPIMനെ സഹായിക്കലായി മാറും, CPIMനെ അത് ഉപകാരപ്പെടൂ എന്ന പ്രശ്നം സുധീരൻ കാണാതെ പോകുന്നുണ്ടോ? ഈ വിമർശനങ്ങളുടെ ഒരു കേരളീയമായ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരു പ്രശ്നം താങ്കൾ കാണുന്നത് അതാണോ, സുധീരൻ പറഞ്ഞതിലെ ഒരപാകത? ശരത്തെ, സുധീരൻ പറഞ്ഞതിൽ അപാകതയുണ്ടെങ്കിൽ ഞാൻ ആദ്യ പാദത്തിലൊക്കെ പറഞ്ഞതിനോട് എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ആകുമോ? ഇവിടെ ശ്രീ സജീഷിനോട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? അദ്ദേഹം പറയുന്നത് മുഴുവൻ ഒരു പൊതുവായ കാര്യങ്ങളാണ്. നമ്മൾ ഈ ജനറൽ എന്ന് പറയുന്ന പോലെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പോലെ തന്നെ മറ്റ് കക്ഷികളിൽ രാഷ്ട്രീയമുണ്ട്. ഇന്ന് നമ്മളൊരു രാഷ്ട്രീയ ഒരു ചാനൽ, പ്രത്യേകിച്ച് CPMന്റെ ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുക? എൻ്റെ നിലപാടുകളാണ് പറയുക. എൻ്റെ നിലപാട് പറയുമ്പോൾ എനിക്ക് താല്പര്യമുള്ള കക്ഷി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ വിരുദ്ധ നിലപാടുള്ള കക്ഷികളുടെ കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സജീഷ് പറയും. അതാണ് ചർച്ച. പക്ഷേ ഞാൻ ആരാണ്, ശ്രീകുമാർ ആരാണ്, ഞാൻ എൻ്റെ പല പേരിലാണോ എന്നൊക്കെ പറയുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും ശരത്ത് ഇടപെടുന്നേ വിചാരിച്ചത്. ഞാനല്ലല്ലോ ചർച്ചാ വിഷയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ച വേറെ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഞാനൊരു പക്ഷമുള്ള പത്രപ്രവർത്തകനാണ്. 42 വർഷം പത്രപ്രവർത്തകനാട്ടോ. അപ്പം ഞാൻ പത്രപ്രവർത്തകനാണല്ലോ. ഞാൻ പാർട്ടികളെ നിരീക്ഷിച്ച്, പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച്, രാഷ്ട്രീയ കക്ഷികളെ നിരീക്ഷിച്ച്, സംസ്ഥാന ദേശീയ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച പത്രപ്രവർത്തകനാണ്. ഇപ്പോൾ ഞാൻ കോൺഗ്രസ് പക്ഷപാതിയായ പത്രപ്രവർത്തകനാണ്. അപ്പം ശരത്ത് എൻ്റെ പേര് കാണിക്കുമ്പോൾ കോൺഗ്രസ് എന്നെഴുതിയാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ശരത്തെ, ഞാൻ കോൺഗ്രസ് സഹയാത്രികനാണ്, ഞാൻ പത്രപ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ പറയുന്നതിന് ഉത്തരമുണ്ടെങ്കിൽ ആ ഉത്തരം പറയുക, അല്ലാതെ ശ്രീകുമാറിനെ ആക്ഷേപിക്കരുത്. അപ്പോൾ സാധാരണ ഒരു ശരത്താണ് ഇടപെടേണ്ടിയിരുന്നത്. എനിക്കൊരു വിരോധമൊന്നുമില്ല. കാരണം എന്താ അറിയോ, ഈ ആക്ഷേപം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറിക്ക് കൊണ്ടു എന്നുള്ളതാണ്. അല്ല, കൊള്ളുമ്പോഴാണല്ലോ. പക്ഷേ ഞാൻ താങ്കൾ പറഞ്ഞ പോലെ ഞാൻ അതിൽ കണ്ടൊരു കാര്യം പറയാം. ഇപ്പോൾ താങ്കളെ ഞാൻ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് സഹയാത്രികൻ എന്നാണ്, വീക്ഷണത്തിൻ്റെ മുൻ എഡിറ്റർ എന്ന് തന്നെയാണ്. താങ്കളോട് ആ നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സജീഷ് അത് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനതിൽ അപ്പോൾ തന്നെ ഇടപെട്ടേനെ. പക്ഷേ ഇതേപോലെ തന്നെ ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ തന്നെയാണ് ഡോക്ടർ പ്രേംകുമാറിനെ ഈ ചർച്ചയിൽ വെച്ചത്. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ഞാൻ താങ്കൾ പറഞ്ഞ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. താങ്കളുടെ അഭിപ്രായം വിശദീകരണം കേട്ട ശേഷം എൻ്റെ ഭാഗം പറയാം. അല്ലെങ്കിൽ ചാനൽ വിളിച്ചത്, താങ്കളെ ക്ഷണിച്ചത് കൈരളിയാണ്. അവിടെ കൃത്യമായി ഇപ്പോൾ എല്ലാ പാർട്ടികളും അവരുടെ പാനലിസ്റ്റുകളെ, വക്താക്കളെ തരാറുണ്ട്. അങ്ങനെ കോൺഗ്രസ് പാർട്ടി തരുന്ന വക്താക്കളുടെ ലിസ്റ്റിലുള്ളയാളല്ല ഞാൻ. അങ്ങനെ എനിക്ക് ഇന്നേ വരെ N. ശ്രീകുമാറിനെ കിട്ടിയിട്ടില്ല. അങ്ങനെ അവർ തന്നിട്ടില്ല, കോൺഗ്രസ് പാർട്ടി തന്നിട്ടില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ചർച്ചയ്ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വരികയുമില്ല. അപ്പോൾ ആ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യുന്ന വീക്ഷണം എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നയാളെ ആ നിലയിൽ കോൺഗ്രസ് സഹയാത്രികൻ എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ പ്രേംകുമാറിന് വിയോജിപ്പുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടാകാം. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ, ശ്രീ N. ശ്രീകുമാർ പറഞ്ഞ പോലെ, എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് ഇതാണ്: KPCC നിയോഗിച്ച പാനലിസ്റ്റിൽപ്പെട്ടയാളല്ല N. ശ്രീകുമാർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ നിലയിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ AKG സെൻറ്ററിൽ നിന്നല്ല ഡോക്ടർ പ്രേംകുമാറിനെ ചർച്ചയ്ക്ക് തരുന്നത്, അദ്ദേഹത്തിനെ നമ്മൾ ക്ഷണിക്കുന്നതാണ്, ഇടത് നിരീക്ഷകൻ. പക്ഷേ അതേസമയം CPIMൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഈ ചർച്ചയിൽ SK സജീഷ്. ഈ വ്യത്യാസം
പൂർണ്ണമായും നിശ്ചയമായും നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് മാത്രമാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. വേഗത്തിൽ ശ്രീകുമാർ, ഈ വിഷയത്തിൽ VM സുധീരൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ കേരളത്തിൽ അത് CPM-ന് സഹായകരമായി തീരും. താങ്കൾ പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലാതെ അത് അവിടെയാണ് താങ്കൾ സമ്മതിക്കാതെ പോകുന്നത്. ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം രാഷ്ട്രീയ പരാമർശങ്ങളാണ്, രാഷ്ട്രീയ വിഷയമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ വിഷയം ആ നിലയിൽ മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഗുണകരമാകില്ല എന്ന തോന്നൽ നേതാക്കളിലുണ്ടോ? അതുകൊണ്ടാണോ സുധീരനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? സുധീരനെ ആരും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. സുധീരൻ രണ്ടഭിപ്രായം പറഞ്ഞു, ഒന്ന് പാർട്ടിക്കകത്തും ഒന്ന് പാർട്ടിക്ക് പുറത്തും. പാർട്ടിക്ക് പുറത്ത് പറഞ്ഞതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ പ്രവർത്തകർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് കെ സുധാകരനും പാർട്ടിക്ക് പുറത്ത് പറഞ്ഞു, അതും അസ്വസ്ഥത ഉണ്ടാക്കി. ഈ രണ്ടുപേരെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് എനിക്ക് പാർട്ടിക്ക് പുറത്ത് പറഞ്ഞത് അദ്ദേഹം പറയാൻ നിർബന്ധിതനായതാണ്. ഞാൻ ഇടപെടുന്നുണ്ട് ഒന്നും തോന്നരുത്. പാർട്ടിക്ക് പുറത്ത് VM സുധീരൻ പറയാൻ അദ്ദേഹം നിർബന്ധിതനായതാണ്. കാരണം അതിന് ഇടവരുത്തിയത് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റ് പരസ്യമായി അദ്ദേഹത്തിനെതിരെ സംസാരിച്ചപ്പോഴാണ് VM സുധീരൻ അതിന് മറുപടി പറയാൻ നിർബന്ധിതനായത്. അത് മാത്രം താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? നേരത്തെ ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. KPCC പ്രസിഡന്റ് പറഞ്ഞത് പരസ്യമായിട്ട്, VM സുധീരൻ പറഞ്ഞത് പരസ്യമായിട്ട്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് പറയാൻ അതെ അല്ല, ആദ്യം ആരായാലും, സുധാകരനായാലും സുധീരനായാലും ആരായാലും അതെനിക്ക് വിഷയമുള്ള കാര്യമില്ല. പറഞ്ഞോ, രണ്ടുപേരും പറഞ്ഞു. ഈ രണ്ടുപേരും പരസ്യമായി പറഞ്ഞതിൽ കേരളത്തിൽ അതെന്തൊരു ഒഴിവ് കഴിവാണ്. അല്ല ഇത് തുടക്കം കുറിച്ചത് KPCC പ്രസിഡന്റാണ്. ഇതിന് തുടക്കം കുറിച്ചത് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അതുകൊണ്ടല്ലേ VM സുധീരന് പറയേണ്ടി വന്നത്. VM സുധീരൻ പറഞ്ഞത് പാർട്ടിക്കകത്താണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അങ്ങനെ പാർട്ടിക്കകത്ത് പറഞ്ഞതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇഷ്ടപ്പെടാതെ വരുന്നത് എന്തുകൊണ്ട്? എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. VM സുധീരൻ പാർട്ടിക്കകത്ത് പറഞ്ഞു, K സുധാകരൻ അത് പാർട്ടിക്ക് പുറത്തു പറഞ്ഞു. അതിന് മറുപടിയായിട്ട് VM സുധീരൻ വൈകിട്ട് പാർട്ടിക്ക് പുറത്തു പറഞ്ഞു. ഇപ്പൊ ശരിയായല്ലോ. ഈ രണ്ട് കാര്യങ്ങളും, ഈ രണ്ട് പ്രസ്താവനകളും പ്രവർത്തകരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറയാനുള്ള അത് തരത്തിലെന്തോ ഇപ്പൊ പുറത്തു നിന്ന് ചർച്ച നയിക്കുന്നുണ്ടായിരിക്കും, എന്തോ പ്രശ്നം കാണുമായിരിക്കും വേണമെങ്കിൽ. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് കാര്യങ്ങളും പറയാൻ എനിക്ക് ആർജവത്തോടെ പറയാൻ പറ്റും. കാരണം എനിക്കൊരു അടിമ മനോഭാവം ഇല്ല കോൺഗ്രസിൽ. അതുകൊണ്ട് എനിക്ക് ആർജവത്തോടെ പറയാൻ പറ്റും. പിന്നെ ഞാനൊരു ഉദാഹരണം പറയും, ഒരു ഉദാഹരണം കൂടി എടുത്ത് ഞാൻ പറയാം. ഇന്ന് മന്ത്രി സജി ചെറിയാൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയില്ലേ? ഇന്ന് പല വാർത്തകളിലും ഇന്ന് ചർച്ചയാണത്. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടി അഭിപ്രായം അല്ലല്ലോ, ആണോ? എനിക്കറിയില്ല, അല്ലെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ സജി ചെറിയാൻ അത് പറഞ്ഞിരിക്കുന്നു, അത് ചർച്ചയാവുന്നു എന്ന് വെച്ചുകൊണ്ട് CPM-ലെ സജി ചെറിയാൻ പ്രശ്നമുണ്ടാക്കി പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. കാരണം സജി ചെറിയാന്റെ വിഷയം ചർച്ചയാക്കും, അത് നമ്മുടെ ഒരു മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. സജി ചെറിയാൻ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞത് പാർട്ടി അഭിപ്രായമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ എനിക്ക് ഇതുവരെ കിട്ടിയ വിവരം വെച്ച് പറയാൻ പറ്റുള്ളൂ. നാളെ ഇത് പാർട്ടിയാണ് പറയേണ്ടത്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ സുധീരനും ചർച്ച ചെയ്യണം, സുധാകരനും ചർച്ച ചെയ്യണം, സജി ചെറിയാനും ചർച്ച ചെയ്യണം, സുധാകരനും ചർച്ച ചെയ്യണം, MM ലോറൻസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോഴല്ലേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകൂ. പക്ഷെ സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തണം. അത് വിലയിരുത്തണമെങ്കിൽ അത് ഞാൻ വിലയിരുത്താറുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് ഞാൻ ഈ രീതിയിലേക്ക് വന്ന് പറയില്ലല്ലോ. കോൺഗ്രസിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം, ഞാൻ കോൺഗ്രസ് പക്ഷപാതിയായ ഒരു നിരീക്ഷകൻ ആയതുകൊണ്ട് തന്നെയാണ്. ശരത്തെ, സംശയമൊന്നും വേണ്ട. ശരി, അല്ല, ആ സംശയം ഇല്ലാത്തത് കൊണ്ട് തന്നെയല്ലേ ആ ഭാഗത്തെക്കുറിച്ച് വരുന്ന വിമർശനങ്ങൾ താങ്കളോട് തന്നെ ചോദിക്കുന്നത് ഈ ചർച്ചയിൽ. ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുകയാണ്. ഡോക്ടർ പ്രേംകുമാർ, ഒരു കാര്യം, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം വ്യത്യസ്തമാകും. കോൺഗ്രസ്സുകാരുടെ ഇപ്പോഴത്തെ ഒരു പൊതു മനോഭാവത്തിൻ്റെ ഒരു സാധ്യതയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു പൊതു സാഹചര്യം വ്യത്യസ്തമാകാം. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഇനി വരാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി കോൺഗ്രസ് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇടങ്ങളുണ്ടല്ലോ. അതടക്കം അവിടെയൊക്കെ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വേറെ കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം നേർക്കുനേർ ഏറ്റുമുട്ടണമെങ്കിൽ പോലും ഈ ക്ഷണം സ്വീകരിച്ച് പ്രതിഷ്ഠാ ദിനത്തിൽ അവിടെ പോകണം. ഇതല്ലാതെ എന്തു ചെയ്യും? അങ്ങനെയല്ലാതെ ആ പാർട്ടി എന്താ ചെയ്യുക? അങ്ങനെ ഒരു വലിയ ക്രൈസിസിൽ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന എണ്ണം ആ പാർട്ടിക്കുള്ളിൽ കൂടിയല്ലേ? താങ്കൾ പറഞ്ഞ പോലെ പ്രവർത്തകർ വലിയ തോതിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണോ? കാരണം VM സുധീരൻ്റെ നിലപാടെന്നൊക്കെ പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ശബ്ദമാകാനല്ലേ സാധ്യത ആ പാർട്ടിക്കുള്ളിൽ? അല്ല, അതായത് കോൺഗ്രസ് എന്തിനാണ് അയോധ്യയിലെ ഉദ്ഘാടനത്തിന് പോവാതിരിക്കുന്നത്? അവർ പോവേണ്ട ആളുകളാണ്. കാരണം BJP-യേക്കാൾ ഇതിനകത്ത് ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഇവര്. 1989, അതായത് ജവഹർലാൽ നെഹ്റു അടച്ചു വെച്ച പള്ളി അകലം തുറന്നു കൊടുത്തത് 1989 രാജീവ് ഗാന്ധിയാണ്. നമുക്ക് പലതവണ നമ്മൾ പറഞ്ഞതുപോലെ
1989 അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് അയോധ്യയിൽ നിന്നാണ്. അദ്ദേഹം തുറന്നു കൊടുത്തിടങ്ങളിൽ നിന്നാണ്. നരസിംഹറാവു ഉണ്ടാതിരുന്നപ്പോഴാണ് ബാബറി പള്ളി ഇടിച്ചു പൊളിച്ചത്. അതിനുശേഷം സ്വർണത്തിന്റെ വെള്ളിന്റെ ഒക്കെ ഇഷ്ടികൾ കോൺഗ്രസിന്റെ നേതാക്കളാണ്. വളരെ ന്യായമായിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ട് അവകാശമുണ്ട്? കാരണം രാജീവ് ഗാന്ധിയാണ് ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ സാധ്യത രാമന്റെ അമ്പലം പണിയാന്നുള്ളതിന് BJP-യേക്കാൾ നരേന്ദ്രമോദിയേക്കാൾ വലിയ ഉപകാരം ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് അവർ പങ്കെടുക്കണം. പക്ഷെ ഞാൻ പറയുന്നത് അതിലൊരു നിലപാട് പറയാൻ ഇത് പറ്റുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. കാരണം ഇപ്പോ നിലനിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥയിൽ എങ്ങനെ ഒരു RSSന് ബദലായിട്ടുള്ള ഒരു മുന്നണി, ഒരു സഖ്യം ഉണ്ടാക്കാം, ഒരു ജനാധിപത്യ ചേരി ഉണ്ടാക്കാം. അത് ചെയ്യാൻ ഈ മൃദു ഹിന്ദു നിലപാട് എടുത്തുകൊണ്ട് പറ്റില്ല എന്നാണ് VM സുധീരൻ പറയുന്നത്. അത് പറ്റും എന്ന് തീർത്തു പറയാൻ അവർക്ക് പറ്റുന്നുമില്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത് കോൺഗ്രസിന്റെ നിലപാടിൽ പൊളിറ്റിക്സ് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അവരുടെ നിലപാടിൽ രാഷ്ട്രീയം ഇല്ലാതെ പോകുന്നു. അയോധ്യയിലെ അമ്പലം ഒരു രാമന്റെ ക്ഷേത്രം. ഞാൻ രാമന്റെ മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നത് പോലെ ഒരുപക്ഷെ ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ അയോധ്യ വഴി പോകുമ്പോൾ അവിടെ ഒന്ന് പോകുമെന്ന് ശശി തരൂർ പറയുന്നത്, പോകണമെന്ന് ചിലര് പോകണ്ട എന്ന് പോയിട്ട് പോന്നാ മതി എന്ന് ഇവർക്ക് നിലപാടില്ലാതായി പോകുന്നതുകൊണ്ടാണ്. ഇതേ കോൺടാക്സിലാണ് ഞാൻ ശ്രീകുമാറിന്റെ കേസും പറഞ്ഞല്ലാതെ അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ എന്ത് എഴുതുന്നുള്ളതല്ല. ഒരാൾ കോൺഗ്രസ് മെമ്പർ ആയിരിക്കുക, അയാൾ ഒരു ചാനലിൽ വരുമ്പോൾ കോൺഗ്രസ് സഹയാത്രികനായിരിക്കുക, മറ്റ് ചാനലുകളിൽ വരുമ്പോൾ മാധ്യമ പ്രവർത്തകനായിരിക്കുക. അതിന് ആവശ്യമില്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. എന്റെ പേരിന്റെ കീഴെ മാധ്യമ പ്രവർത്തകനോ ഫേസ്ബുക്കിൽ എഴുതുന്ന ആളെന്നോ എഴുതിയാൽ ഞാൻ പറയും വേണ്ടെന്ന്. ഇടത് സഹയാത്രികനോ ഇടത് നിരീക്ഷകനോ എഴുതണം. കാരണം ഞാൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണുന്ന ആളാണ്. ഈ ട്രാൻസ്പെറൻസി ഉണ്ടാവണം. അതില്ല എന്നുള്ളതാണ്. ഇനി ഇദ്ദേഹം ചെയ്യുന്നതാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ഒന്നും പറയാൻ മടിക്കുന്ന ആരോപണങ്ങളും വളരെ 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 ചീപ്പായ കാര്യങ്ങളാണ് ഉന്നയിക്കുക. ഇതുകൊണ്ടാണ് ഇത് വിമർശിക്കപ്പെടുന്നത്. അല്ലാതെ എത്ര ആൾക്കാരുണ്ട് പറയാൻ പറ്റില്ല. കൊഞ്ഞനം കാട്ടല്ലേ എന്റെ സുഹൃത്തെ. വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാണ്. കൊഞ്ഞനം കാട്ടുകയല്ല. കോൺഗ്രസിന്റെ പ്രതിനിധികൾ പറയാൻ മടിക്കുന്ന അറയ്ക്കുന്ന കാര്യങ്ങൾ ഒരു മടിയുമില്ലാതെ ദുസ്സൂചനകളോടെ നിരന്തരം ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നിങ്ങൾ അത് ഇന്നത്തെ ചർച്ചയിലല്ല, എപ്പോഴും വീക്ഷണത്തെക്കാൾ നന്നായി പറയട്ടെ. പറയൂ, ഏത് കാര്യം പറയൂ. അറയ്ക്കുന്ന കാര്യങ്ങൾ ശ്രീകുമാർ പറഞ്ഞത് ഏത് ചർച്ചയിലാണെന്ന് പറയും. അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സിലുണ്ടല്ലോ എന്തായാലും. ഏത് ചർച്ചയിലാണ് അറയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്? പറയട്ടെ. വീക്ഷണത്തെക്കാൾ നന്നായിട്ട് കോൺഗ്രസിന് വേണ്ടി പത്രപ്രവർത്തനം നടത്തുന്നത് മനോരമയാണെന്നുള്ളൊരു വാസ്തവം പറയുമ്പോ തിരിച്ച് ഇദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം നോക്കൂ നിങ്ങൾ. ഇങ്ങനെയാണ് എല്ലായ്പ്പോഴും ശ്രീകുമാറിന്റെ ഒരു രീതി. അങ്ങനെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണത്. ഞാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് താങ്കൾ പറഞ്ഞത് ഏത് ചർച്ചയിലാണെന്ന് പറയൂ. എത്രയോ തവണ കേട്ടിട്ടുണ്ട് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഒരു കാര്യം പറയൂ, ഒരു ഉദാഹരണം പറയൂ. ഞാൻ SK സതീഷും ഒരുപാട് ചർച്ച പങ്കെടുക്കുന്ന ആളാണ്. ഒരുപാട് ചർച്ചയിൽ ഞാൻ SK സതീഷും പങ്കെടുക്കുന്നതാണ്. അദ്ദേഹം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കേട്ടത് ഏത് അറയ്ക്കുന്ന കാര്യമാണ്? നിങ്ങൾ പറയൂ, വെറുതെ ആക്ഷേപിക്കരുത്. പറയൂ, ഉത്തരം പറയൂ. കേരള ഗവൺമെന്റുകളുടെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ അതിസമർത്ഥമായിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുക. എത്രയോ തവണ ഞാൻ പറയാറില്ല. ഞാൻ ഇന്നേ വരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ഞാൻ എപ്പോഴും പറയും, ഞാൻ ആക്ഷേപിക്കാറില്ല, വ്യക്തിപരമായി ആക്ഷേപിക്കാറില്ല. താങ്കൾ വെറുതെ അനാവശ്യമായിട്ട് ആക്ഷേപം ഉന്നയിക്കല്ലേ. ചർച്ചയ്ക്ക് മറുപടി പറയേണ്ട മറുപടി പറയോ ശ്രീ പ്രേംകുമാർ, അല്ലാണ്ട് വ്യക്തിപരമായി ആക്ഷേപിക്കാൻ രണ്ടുപേരും ശ്രദ്ധിക്കൂ പ്ലീസ്. ശരത്ത്, എനിക്ക് പരാതിയില്ല. പക്ഷെ ഞാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ നിലയിലേക്ക് വ്യക്തിപരമായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു. താങ്കൾ അതിന് മറുപടി ഞാൻ വ്യക്തിപരമായില്ലല്ലോ, ഇപ്പോഴും പോയിട്ടില്ലല്ലോ. അത് വിശദീകരിച്ചു താങ്കളും. അദ്ദേഹം ആ വാദത്തിൽ അദ്ദേഹത്തിന്റെ ഇത് നിൽക്കൂ. യെസ് സജീഷ്
അല്ല, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇനി സജീഷ്, നമ്മുടെ ചർച്ച അവസാനിപ്പിക്കും. ഈ തർക്കത്തിനിടയിൽ അതായത് വളരെ ചുരുക്കി വേണം. ഒന്ന്, ശ്രീകുമാർ മന്ത്രി സജി ചെറിയാനെ കൂടി താരതമ്യം ചെയ്തുകൊണ്ടാണല്ലോ സംസാരിച്ചത്. അത് മാത്രമേ ഉള്ളൂ, അതിന് മാത്രം. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. കാരണം ഒരു ചർച്ചയ്ക്കകത്ത് പുതിയ പുതിയ വിഷയങ്ങൾ കൊണ്ടുവന്ന് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെ വഴിതിരിച്ചു വിടുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലി കൊണ്ടാണ് ഞാൻ ആദ്യ തുടക്കത്തിൽ തന്നെ അദ്ദേഹം നവകേരള സദസ്സിനെ അനുകൂലിച്ചു, അതൊരു അത്ഭുതകരമായ കാര്യമാണ് എന്ന് പറയാൻ കാരണം അതാണ്. കാരണം കുറേ കാലമായാലും നമ്മൾ ഈ ചർച്ച കേൾക്കാനും കാണാനും പങ്കെടുക്കാനും തുടങ്ങിയിട്ട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ നിന്ന് അങ്ങനെ വന്നത്. പിന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും. പ്രതിപക്ഷ നേതാവ് വന്ന് അവസാനം പറയുന്നത് CPM ആണ് അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നാണ്. ഇന്ത്യയിൽ അന്തസ്സോടെ ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPM. അത് സതീശന് സ്വപ്നം കാണാൻ വേണ്ടി കഴിയില്ല ആ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത്. ആ രാഷ്ട്രീയ നിലപാടിലൂടെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള CPMൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അല്ലാതെ സവർക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ല, സതീശൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് തികച്ചും വ്യക്തിഗതമായ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇതാണ് കേരളത്തിലെ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് അധികാരം കിട്ടാൻ, പ്രതിപക്ഷ നേതാവാൻ, തങ്ങൾക്ക് KPCC പ്രസിഡന്റ് ആവാൻ വ്യക്തിപരമായി എങ്ങനെയും പോകാം. അതിന് BJPയുടെ കാലുപിടിക്കാനോ നിലപാടുകൾക്ക് കൂടെ നിൽക്കാനോ സന്നദ്ധമാണ് എന്ന് ഇവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ റൈറ്റ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ KPCCയുടെ നിർവാഹക സമിതി യോഗത്തിൽ മുൻ KPCC പ്രസിഡന്റായിട്ടുള്ള VM സുധീരൻ ഒരു ഇടവേളയ്ക്ക് ശേഷം, വലിയൊരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പോവുകയും ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കോൺഗ്രസിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതായി തന്നെ അവതരിപ്പിക്കുകയും അത് വലിയ ചർച്ചയാകുകയും ചെയ്യുമ്പോൾ ആ വാദങ്ങൾ, ആ വിമർശനങ്ങൾ ഉന്നയിച്ച VM സുധീരനെ തമസ്കരിച്ചതുകൊണ്ടോ തിരസ്കരിച്ചതുകൊണ്ടോ അവഹേളിച്ചതുകൊണ്ടോ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? VM സുധീരൻ ഉന്നയിച്ച കൊളുത്തിവിട്ട പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും പൊതുമണ്ഡലത്തിലും പൊതുരാഷ്ട്രീയത്തിലും അടക്കം ഏതൊക്കെ നിലകളിൽ ചർച്ചയ്ക്ക് വിധേയമാകുമെന്നതിൻ്റെ സൂചന കൂടിയായി ഇന്നത്തെ ഈ ചർച്ച പൊതുവിൽ മാറി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 3 പേർക്കും വളരെയധികം നന്ദി.